ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും അതിലാളുകൾ മരിക്കുന്നതും ഏറെ വേദനാജനകമായ കാര്യമാണ്. മരിക്കുന്നവർ കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. 3 കുട്ടികൾക്കാണ് ഇതിൽ പരിക്ക് പറ്റിയത്. ഒരു കുട്ടി പാലാട് ആശുപത്രിയിലാണ്. അത് അങ്ങനെ സാരമായ അപകട നിലയോ മറ്റോ ഇല്ല എന്നാണ് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ മറ്റു പ്രയാസങ്ങൾ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. 2 കുട്ടികളെയാണ് ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിലൊരു കുട്ടിയാണ് മരണപ്പെട്ടത്, ജിത്തു എന്നൊരു കുട്ടി. മറ്റൊരു കുട്ടി ഷാനു അപകടനില തരണം ചെയ്തു. ഇപ്പോൾ സാധാരണ നിലയിലാണ്, എന്നാലും ഒബ്സർവേഷനിൽ തുടരുകയാണ്. ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചിരുന്നു, കുട്ടിയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ കുട്ടി പറയുന്നത് ഫുട്ബോളൊക്കെ കളി കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തോട്ടിൻ്റെ കരയിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് കണ്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല, അബദ്ധത്തിൽ തട്ടി. അപ്പോൾ അതിൽ നിന്ന് ഷോക്കേറ്റ് അപകടം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പുള്ള പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ അത് അനധികൃതമായി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്ത് പന്നിയെ പിടിക്കാൻ കെണിവെച്ചതാവാം എന്ന് സംശയിക്കുന്നു. ചിലപ്പോഴങ്ങനെ ആവാം, പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല. അത് ഗൗരവമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ച് ഇങ്ങനെയാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അവരെ നിയമത്തിൻ്റെ മുന്നിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെടാനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയുക. ഇത്തരത്തിലൊരു 15 വയസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അനധികൃതമായ ഇത്തരത്തിലുള്ള വൈദ്യുതി എടുക്കുക, അതുപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് സംബന്ധിച്ചെല്ലാം ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടർ നടപടികളിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതിൽ വൈദ്യുതി മോഷണം മാത്രമല്ല, ഈ ജീവഹാനി വരത്തക്ക വിധത്തിലുള്ള പ്രവൃത്തിക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതായി വരും. അപ്പോൾ അത് ഗൗരവമായി എടുക്കുക. നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. അതാണ് ഇപ്പോൾ ആവശ്യപ്പെടാൻ കഴിയുക. അതാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്. UDF ഈ വിഷയം ഇപ്പോൾ തന്നെ അതൊരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഞാൻ കേട്ടു. അവർ റോഡ് ഉപരോധിക്കുന്നു എന്ന് കേട്ടു. അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം ഉയർത്തി ഗവൺമെൻറ്റിനെതിരായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കുറച്ച് വോട്ട് നേടുമോ എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റൂ. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. UDF ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, പലതവണ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. ഇപ്പോൾ 2 മാസം മുൻപ് ഇതേ പഞ്ചായത്തിൽ കാരക്കോട് ഒരാൾ മരണപ്പെട്ടു. അന്ന് UDF റോഡ് ഉപരോധിച്ചില്ല, കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ട്, അതുകൊണ്ട് UDF റോഡ് ഉപരോധിച്ചു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടായാലും റോഡ് ഉപരോധം ഉണ്ടാവില്ല. ഇതൊക്കെ ജനങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കും. ഇത്തരത്തിൽ ദുരന്തങ്ങളെയും അപകടങ്ങളെയും അതിലുണ്ടാകുന്ന മരണത്തെയും ഒക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും വോട്ട് കിട്ടാൻ വേണ്ടിയും ഉപയോഗിക്കുന്നത് ഒരു ആരോഗ്യകരമായ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. അതിനെയൊന്നും നമ്മുടെ നാട് ഉൾക്കൊള്ളുകയുമില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാനാവുക ദുരന്തബാധിതരായ കുട്ടികളുടെ കുടുംബത്തോടൊപ്പം നിൽക്കുക, മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളോടൊപ്പം നിൽക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ഇതെന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് ഗൗരവമായി അന്വേഷിക്കുക. കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലം ഇതിൽ ഉണ്ടെങ്കിൽ, വൈദ്യുതി മോഷണം ഉൾപ്പെടെ ഈ പറയുന്ന പോലെ പന്നിയുടെ കെണി ഉണ്ടാക്കിയതൊക്കെ ആണ് എങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്.